മലയാള സിനിമയിൽ അതികായനായ കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് എന്ന കെ.ജി. ജോർജ്. വ്യത്യസ്തമായ പ്രമേയ ശൈലി കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയവയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. യവനിക, ആദാമിന്റെ വാരിയല്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ഇരകൾ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിഭ വിളിച്ചോതുന്നവയാണ്. 1945 മെയ് 24 പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കുളക്കാട്ടിൽ വീട്ടിൽ സാമുവലിന്റെയും അന്നമ്മയുടെയും മകനായിട്ടാണ് കെ.ജി. ജോർജിന്റെ ജനനം. കേരള സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ ബിരുദവും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ സംവിധാനത്തിൽ ഡിപ്ലോമയും നേടി. അദ്ദേഹം സിനിമയിൽ സജീവമായപ്പോൾ കെ.ജി. ജോർജ് എന്ന് അറിയപ്പെടുകയായിരുന്നു. 1973 റിലീസായ നെല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ രചിച്ചുകൊണ്ട് സിനിമയിലെത്തിയ കെ.ജി. ജോർജ് രാമു കാര്യാട്ടിന്റെ മായ എന്ന ചിത്രത്തിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ 1976 റിലീസായ സ്വപ്നാടനം എന്ന സിനിമയാണ്. സ്വപ്നാടനം എന്ന സിനിമയ്ക്ക് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഈ സിനിമയിലെ തിരക്കഥയ്ക്ക് കെ.ജി. ജോർജിനും പമ്മനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2000 ദേശീയ ഫിലിം ജൂറി അവാർഡ് അംഗമായും 2003 സംസ്ഥാന ചലച്ചിത്ര ജൂറി അധ്യക്ഷനായും 2006 മുതൽ 2011 വരെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായും പ്രവർത്തിച്ച ജോർജിന് 2016 ജെ.സി. ദാനിയൽ പുരസ്കാരം ലഭിച്ചു. സമകാലിക രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ അവലംബമാക്കിയാണ് അദ്ദേഹം സിനിമകൾ ചെയ്തത്. 1970 മുതൽ ചലച്ചിത്ര സീമകളെ നവീകരിച്ച സംവിധായകരിൽ ഒരാളായാണ് ജോർജ് കണക്കാക്കപ്പെടുന്നത്. 1992 റിലീസായ മഹാനഗരം എന്ന സിനിമയാണ് ഇദ്ദേഹം നിർമ്മിച്ച ഏക സിനിമ. 1998 റിലീസായ ഇളവങ്കോട് ദേശം എന്ന സിനിമയാണ് ജോർജ് അവസാനമായി സംവിധാനം നിർവഹിച്ച സിനിമ. പ്രശസ്ത സംഗീതജ്ഞൻ പാപ്പുക്കുട്ടി ഭാഗവതരുടെ മകളും ഗായികയുമായ സൽമയാണ് ഭാര്യ. ഉൾക്കടൽ എന്ന ചിത്രത്തിലെ ശരദിന്ദു മലർ ദീപനാളം നീട്ടി എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് സൽമയാണ്. 1977 ഇവരുടെ വിവാഹം. ഇളവങ്കോട് ദേശം, ഒരു യാത്രയുടെ അന്ത്യം, ഈ കണ്ണികൂടി, മറ്റൊരാൾ, കഥയ്ക്ക് പിന്നിൽ, ഇരകൾ, പഞ്ചവടിപ്പാലം, ആദാമിന്റെ വാരിയല്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, യവനിക, കോലങ്ങൾ, മേള, ഇനി അവൾ ഉറങ്ങട്ടെ, മണ്ണ്, ഓണപ്പുടവ, രാപ്പാടികളുടെ ഗാഥ, ഉൾക്കടൽ, വ്യാമോഹം, സ്വപ്നാടനം എന്നിവയാണ് കെ.ജി. ജോർജ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ. സ്ത്രീകൾ ദേവതകളല്ല, മജ്ജയും മാംസവും ഉള്ളവരാണെന്ന് തെളിയിച്ച സംവിധായകനാണ് കെ.ജി. ജോർജ്. കെ.ജി. ജോർജിന്റെ സ്ത്രീകൾ ദേവതകളായിരുന്നില്ല. സ്ത്രീ കഥാപാത്രങ്ങളുടെ സൃഷ്ടി വേറിട്ടതും കരുത്തുറ്റതുമാക്കുവാൻ കെ.ജി. ജോർജ് ശ്രമിച്ചിരുന്നു എന്നത് ചിത്രങ്ങളെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പൊതുബോധത്തെ പൊളിച്ചടുക്കിയ സ്ത്രീകളായിരുന്നു അവർ. യവനികയിലെ അമ്മു അത്തരത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു. തബലിസ്റ്റ് അയ്യപ്പനാൽ പീഡിപ്പിക്കപ്പെട്ട് അയാളുടെ ഭാര്യയായി കഴിയേണ്ടി വരുന്ന അമ്മു ജോസഫിന്റെ സഹായത്തോടെ അയാളുടെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളെ ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകങ്ങളായി അനാവശ്യമായി മഹത്വവൽക്കരിക്കുന്ന പൊതുബോധത്തെ തച്ചുടയ്ക്കുന്നവയായിരുന്നു കെ.ജി. ജോർജ് സിനിമകളിലെ സ്ത്രീ സങ്കല്പങ്ങൾ. സ്ത്രീ ദേവതയല്ലെന്നും മജ്ജയും മാംസവും ഉള്ളവളാണെന്നും കാണിച്ചു തന്നുകൊണ്ട് കാലത്തിനു മുമ്പേ സഞ്ചരിച്ച സിനിമാ പ്രവർത്തകനായിരുന്നു കെ.ജി. ജോർജ്. കലാമൂല്യമുള്ള സിനിമ, കച്ചവട സിനിമ എന്നിങ്ങനെയുള്ള സാങ്കല്പിക അതിർത്തികളെ തന്റെ ശൈലിയിലൂടെ പൊളിച്ചെഴുതിയ സംവിധായകൻ. 20ഓളം ചിത്രങ്ങൾ കെ.ജി. ജോർജിന്റെ സംവിധാന മികവിൽ പിറവിയെടുത്തിട്ടുണ്ട്. നായിക സങ്കല്പങ്ങളെ, കപട സദാചാരത്തെ, അഴിമതിയെ സിനിമ എന്ന മാധ്യമത്തിലൂടെ അദ്ദേഹം ചോദ്യം ചെയ്യുകയായിരുന്നു. മിതഭാഷിയും ശാന്തനുമായ ഒരു സംവിധായകനായിരുന്നു കെ.ജി. ജോർജ്. ലൊക്കേഷനിൽ ടേക്ക് പോകുന്നതിന് മുമ്പായി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. റീടേക്ക് ആവശ്യമെങ്കിൽ അത് എന്തുകൊണ്ട്, എന്തിന് എന്നെല്ലാം കാര്യകാരണ സഹിതം പറഞ്ഞുകൊടുക്കും. എല്ലാ അഭിനേതാക്കളെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും ഏകകണ്ഠമായ അഭിപ്രായം. അദ്ദേഹത്തിന്റെ സെറ്റുകളിൽ ആരും തമ്മിൽ അന്തരമില്ല. കഥാപാത്രങ്ങൾക്ക് വേണ്ടി അഭിനേതാക്കളെ തിരഞ്ഞ സംവിധായകൻ, അതാണ് കെ.ജി. ജോർജ്. കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് കെ.ജി. ജോർജ് അഭിനേതാക്കളെ തിരഞ്ഞെടുത്തിരുന്നത്, അല്ലാതെ അഭിനേതാക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരിക്കലും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വേറിട്ട് നിൽക്കുന്നതും ഇന്ന് ആളുകൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതും. അദ്ദേഹത്തിന്റെ സിനിമകളിൽ അനാവശ്യമായി തോന്നുന്ന ഒരു കഥാപാത്രത്തെ പോലും കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. സംവിധായകൻ കെ.ജി. ജോർജിന് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ചലച്ചിത്ര രത്നം നൽകി ആദരിച്ചു.
2 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ മലയാള സിനിമയ്ക്ക് പുതിയ ഭാവതലങ്ങൾ സമ്മാനിച്ച, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമകളുമായി ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന ചലച്ചിത്ര പ്രതിഭയാണ് KG ജോർജ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. അതുല്യ പ്രതിഭയ്ക്ക് ഹൃദയാഞ്ജലി.